ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് 1-ാം തീയതിയാണ് കേട്ടോ. 1-ാം തീയതി മാത്രമല്ല, ഇന്ന് വാലന്റൈൻസ് ഡേയും ആയിരുന്നു. അപ്പോൾ രാവിലെ തന്നെ ഏട്ടൻ ഡ്യൂട്ടിക്ക് പോയി. അപ്പോൾ ഉച്ചയ്ക്ക് വരുമല്ലോ. ഉച്ചയ്ക്ക് വരുമ്പോൾ ഞാൻ വിചാരിച്ചു സർപ്രൈസായിട്ട് ഏട്ടന് ഇഷ്ടമുള്ള ഫുഡുകളെല്ലാം ഉണ്ടാക്കി വെച്ചാലോ എന്ന്. അങ്ങനെ എല്ലാം അരിഞ്ഞു പറക്കി വെച്ചു കേട്ടോ. പിന്നെ ആദ്യം തന്നെ ഞാൻ മീൻ സെറ്റാക്കാമെന്ന് വിചാരിച്ചു. കാരണം ഈ വീട്ടിൽ മീനില്ലാത്ത ദിവസം വളരെ ചുരുക്കമായിരിക്കും. കാരണം എന്തെല്ലാം വെജിറ്റബിൾ കറി ഞാൻ ഉണ്ടാക്കിയാലും മീനില്ലെങ്കിൽ എന്നോട് ചോദിക്കും ഒരു കറിയും ഇല്ലേന്ന്. അപ്പം ഞാൻ വിചാരിച്ചു ആദ്യം തന്നെ മീൻ ഉണ്ടാക്കാമെന്ന് കേട്ടോ. അപ്പം നമ്മുടെ സീഡി മീനാണ് കിട്ടിയത്. എല്ലായിടത്തും ഇത് എന്തൊക്കെയാണ് പറയുന്നതെന്ന് എനിക്കറിയില്ല. ഞാൻ എളുപ്പപ്പണിക്ക് സീഡി മീനെന്നാണ് പറയുന്നത് കേട്ടോ. അപ്പം മീനൊക്കെ കഴുകി ഉരച്ച് കഴുകിയിട്ട് അതിൽ ഞാൻ പച്ചമുളക് അരിഞ്ഞിടുന്നുണ്ട്. പിന്നെ മീൻ ആവശ്യമായിട്ടുള്ള തേങ്ങയൊക്കെ എടുക്കുകയാണ് കേട്ടോ. ഞാൻ കുറച്ച് തേങ്ങ അധികം എടുക്കും. കാരണം ഞാൻ ഗ്രേവി ചാറാണ് മുക്കി നക്കുന്നത്. ഏട്ടനും അപ്പൂനും കഷ്ണം മതി, എനിക്ക് ചാറ് മതി കേട്ടോ. അതുകൊണ്ട് ഞാൻ ചാറ് കുറച്ച് അധികം എടുക്കും. ഓരോ കറി ഉണ്ടാക്കിയിട്ട് ആ പാത്രങ്ങൾ അങ്ങ് കഴുകി വെച്ചാട്ടോ ഞാനിന്ന് ചെയ്യുന്നത്. കാരണം എല്ലാം കൂടെ അളിച്ചു വാരിയിടാൻ എനിക്ക് പറ്റൂലായിരുന്നു. അങ്ങനെ ഞാൻ തേങ്ങ എടുത്തു. അപ്പോൾ അതിൽ വെള്ളം എടുക്കാൻ മറന്നുപോയായിരുന്നു. അങ്ങനെ തേങ്ങ വെള്ളം ഒഴിച്ച് മാത്രം അരച്ചെടുക്കുകയാണ് കേട്ടോ. മീനുള്ള അരപ്പുകളെല്ലാം ഞാൻ മീൻ കറിക്കകത്തോട്ട് തന്നെയാണ് ഇടുന്നത്. ചില ദിവസങ്ങളിൽ ഞാൻ ഈ തേങ്ങയുടെ കൂടെ എല്ലാം അരച്ചെടുക്കാറുണ്ട്. പക്ഷേ ഇന്ന് ഞാൻ മറ്റേ രീതിയിൽ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്തേക്കുന്നത്. തേങ്ങ നന്നായിട്ട് അരച്ച് കഴിഞ്ഞ് മീൻ ആവശ്യമുള്ള മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഉപ്പ് ഇതെല്ലാം കൂടി ഇട്ടിട്ട് അതിലേക്ക് തേങ്ങ അങ്ങ് ഇടുകയാണ് കേട്ടോ. നമ്മൾ തേങ്ങ ഒഴിക്കുമ്പോൾ ഈ മുളക് പൊടിയൊക്കെ കട്ടയായി കിടക്കും. പക്ഷേ ഇത് ചൂടായി കഴിയുമ്പോൾ ഇതെല്ലാം അങ്ങ് മെൽറ്റായിട്ട് സെറ്റായിക്കോളും കേട്ടോ. മീനിൻ്റെ അകത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് അത് ഉടയാതെ പതുക്കെ ഇളക്കി കൊടുത്തിട്ട് ഞാനത് അടുപ്പത്ത് തീ കത്തിച്ചങ്ങ് വെക്കുകയാണ് കേട്ടോ. ഇന്ന് ഞാൻ ഭയങ്കര ഇഷ്ടത്തോടാണ്, എന്ന് വെച്ചാൽ എനിക്ക് ഒരുപാട് സന്തോഷത്തോടാണ് കേട്ടോ ഞാൻ കുക്ക് ചെയ്യുന്നത്. ചില ദിവസങ്ങളിൽ നമുക്ക് ധൃതി ഉണ്ടല്ലോ, അപ്പം നമുക്ക് എന്ത് ചെയ്താലും ഒരു തൃപ്തിയാവില്ല. വേഗം എങ്ങനെയെങ്കിലും പണിയൊന്ന് ഒതുക്കണം എന്നേ ചിന്ത കാണും. പക്ഷേ ഇന്ന് ഞാൻ എല്ലാം അരിഞ്ഞ് സെറ്റ് ചെയ്ത് വെച്ചുകൊണ്ട് തന്നെ എല്ലാം പതുക്കെ ചെയ്യാൻ നല്ല രസമുണ്ട് കേട്ടോ. നമുക്കൊരു ജോലി ചെയ്യുന്നത് പോലെ തോന്നുന്നില്ലായിരുന്നു. അപ്പം ഞാനിന്ന് മാങ്ങയിട്ടാണ് കേട്ടോ മീൻകറി വെക്കുന്നത്. ആദ്യം 2 മാങ്ങ ഇരിപ്പുണ്ടായിരുന്നു. ഒരു മാങ്ങയ്ക്ക് ചെറിയൊരു പഴുപ്പ് പോലെ ഉണ്ടായതുകൊണ്ട് അത് ഞാൻ മാറ്റി വെച്ചു. കാരണം നമുക്കത് കഴിക്കാമെന്ന് വിചാരിച്ചു. മറ്റേത് ഞാൻ അരിഞ്ഞിടുകയാണ്. പുളി കുറവായതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് കുടംപുളിയും കൂടെ ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് മീനിൻ്റെ അകത്തോട്ട്. എന്നാലേ അത് നല്ല ടേസ്റ്റായിട്ട് വരത്തുള്ളൂ. പ്രത്യേകിച്ച് സീഡി മീനൊക്കെ മാങ്ങ ഇട്ട് വെച്ചാൽ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഒരു മാങ്ങ ഫുള്ള് ഞാൻ മീൻകറിയിൽ ഇട്ട് കൊടുത്തു. രണ്ടാമത്തെ മാങ്ങ എൻ്റെ വയറ്റിലോട്ടാണ് കേട്ടോ പോയത്. നല്ലൊരു പുളിപ്പും മധുരവും ഒക്കെ ആയിട്ട് ഭയങ്കര ടേസ്റ്റ് തോന്നി. അതുകൊണ്ട് ഞാനത് കഴിച്ചു കേട്ടോ. അല്ലെങ്കിലും മാങ്ങ ചെത്തുമ്പോൾ ഒരു കഷ്ണമൊക്കെ നമ്മുടെ വായിൽ പോവുമല്ലോ. പിന്നെ കുറച്ച് കരിയാപ്പിലയും കൂടെ മീൻകറിയിലോട്ട് തൂക്കി കൊടുത്തു. പുളി കുറവായതുകൊണ്ട് തന്നെ കുറച്ച് വടക്കംപുളിയും കൂടി ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ മീൻകറി ഇനി അവിടെ നിന്ന് സെറ്റ് ആകുമ്പോഴത്തേന് ഞാൻ നമ്മുടെ ഒരു കടായി കഴുകി എടുക്കുകയാണ് നമുക്ക് അവിയൽ വെക്കാൻ വേണ്ടിയിട്ട്. എല്ലാ ദിവസവും ഞാൻ അവിയൽ കുക്കറിലാട്ടോ വയ്ക്കാറുള്ളത്. എന്തെങ്കിലും പ്രത്യേകതയൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ കടായിലൊക്കെ എടുത്ത് വെക്കും. അപ്പം ഞാനിന്ന് കടായിലാണ് വെക്കുന്നത് കേട്ടോ. കുറച്ചുകൂടെ ടേസ്റ്റ് ആവട്ടെ എന്ന് വിചാരിച്ചു. അപ്പം ഞാൻ പച്ചക്കറി എല്ലാം അരിഞ്ഞിട്ടിട്ട് അതിൽ കുറച്ച് വെളിച്ചെണ്ണയും കുറച്ച് വെള്ളം ഒഴിച്ച് വേവിച്ചെടുക്കുകയാണ്. കഴിഞ്ഞ തവണ ഞാൻ അവിയലിൻ്റെ റെസിപ്പി ഇട്ടപ്പോൾ ആരോ പറഞ്ഞിട്ടുണ്ടായിരുന്നു എണ്ണയിൽ വേവിച്ചെടുത്താൽ ഒരു പ്രത്യേക ടേസ്റ്റാണെന്ന്. അപ്പോൾ എണ്ണ ഒരുപാട് ഒഴിക്കാൻ എനിക്കങ്ങ് പേടിയായതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചു കേട്ടോ. കാരണം അടിയിൽ പിടിച്ചാലോ എന്ന് വിചാരിച്ചിട്ട് അതവിടെ അടച്ച് വേവിക്കാൻ വേണ്ടി വെച്ചു. മീൻകറി തിള വന്നപ്പോൾ അതിൻ്റെ ആ ഒരു തീയൊക്കെ ഒന്ന് കുറച്ച് വെച്ചു കേട്ടോ. ഇനി കുഞ്ഞ് തീയിലിരുന്ന് അത് വറ്റി സെറ്റായി വന്നോളും. മീൻ മറക്കാൻ പോവാണ് കേട്ടോ അടുത്തത്. അപ്പം ഞാൻ ഒരു മീൻ വച്ചിട്ട് ഇങ്ങനെ അനക്കുന്ന എന്തിനാണെന്ന് നമ്മുടെ വീഡിയോ സ്ഥിരം കാണുന്നവർക്കറിയാം. ഇങ്ങനെ അനക്കുമ്പോൾ അത് അടിയിൽ പിടിക്കില്ല കേട്ടോ. നമുക്ക് തിരിച്ചിടുമ്പോൾ വളരെ സിമ്പിളായിട്ട് തിരിച്ചിടാൻ പറ്റും. അതിനുവേണ്ടി കേട്ടോ അങ്ങനെ അനക്കി കൊടുക്കുന്നത്. അപ്പം 2 മീനെ ഞാൻ പൊരിക്കുന്നുള്ളൂ. അപ്പം രണ്ടാമത്തെ മീനും അത് സൈഡിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ മീൻ പൊരിക്കുമ്പോൾ നമ്മുടെ തൊട്ടപ്പുറത്തുള്ള വീടുകളിലും എല്ലാം മണം ചെല്ലും. കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ മീൻ വറക്കുമ്പോൾ എനിക്ക് ഇവിടെ മണം വരാറുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് പറഞ്ഞത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ മീൻ വറക്കുന്നതിൻ്റെ മണം വരുന്നത്. അങ്ങനെ മീൻ കറി ഒരുവിധം സെറ്റാവുന്നു. പൊരിച്ച മീൻ സെറ്റായി വരുന്നു. അവിയൽ റെഡിയായി വരുന്നു. അവിയൽ വേവുന്നതേ ഉള്ളൂ കേട്ടോ. കാരണം കുറച്ച് ചേമ്പൊക്കെ ഞാൻ ചേമ്പ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ചേനയാണ് ഉദ്ദേശിച്ചത്. ചേനയില്ലായിരുന്നു, ചേമ്പ് ഇട്ട് കൊടുത്തു. അപ്പോൾ അതെല്ലാം ഒരുമിച്ച് റെഡി ആയിട്ട് വരുമ്പോഴത്തേന് നമുക്കിവിടെ വെയിറ്റ് ചെയ്യാം. ഞാൻ പൊരിച്ച മീനിൽ ഇതാ കുറച്ച് കരിയാപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നല്ല മണമായിരിക്കും ഇതിന്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മണത്തെ വർണ്ണിക്കുന്നുണ്ട്. എനിക്കിത് ഭയങ്കര ഇഷ്ടമായതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അവിയൽ ഒരുവിധം പകുതി വേവായപ്പോൾ ഞാൻ അവിയലിൻ്റെ അരപ്പ് അതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ശരിക്കും പച്ചമുളക് ഇട്ടിട്ടുണ്ട് ഞാൻ അവിയലിൽ. കാരണം ഞാൻ അവിയലിൽ മുളക് പൊടിയൊന്നും ഇടാറില്ല. നമുക്ക് ആ പച്ചമുളകിൻ്റെ
ഉപ്പേരി അവിയലിൽ കൂടി നിൽക്കുന്ന കേട്ടോ എനിക്ക് ഇഷ്ടം. അരപ്പൊക്കെ അവിയലിൽ നന്നായിട്ട് തേച്ച് ഇളക്കി കൊടുത്തിട്ട് അത് അടച്ചു വെച്ച് തന്നെ ബാക്കിയും കൂടെ വേവിച്ചെടുക്കുകയാണ്. ലാസ്റ്റ് എടുക്കാൻ നേരത്തെ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ അവിയലിൽ തൂക്കി എടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അവിയൽ സെറ്റാണ്. പൊരിച്ചമീൻ സിമ്പിളായിട്ട് തിരിച്ചിടാൻ പറ്റിയ കണ്ടോ, അത് നമ്മളിങ്ങനെ അനക്കി വെച്ച് കൊടുത്തോണ്ടാണ് കേട്ടോ, ഇല്ലെങ്കിൽ അത് അടി പിടിക്കും. സാധാരണ ഞാനാണെങ്കിൽ വറുത്തമീൻ എന്നാണ് പറയുന്നത് കേട്ടോ. ഇവിടെ കൊല്ലത്ത് ഏട്ടൻ്റെ അടുത്ത് വന്നേ പിന്നാണ് ഇങ്ങനെ പൊരിച്ചമീൻ എന്ന് പറയുന്നത്. അവിയലൊക്കെ ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ അടി പിടിക്കും കേട്ടോ. പിന്നെ ഞാൻ എല്ലാത്തിൻ്റെയും ഉപ്പും പുളിയൊക്കെ ഒന്ന് നോക്കുന്നുണ്ട്, കാരണം ഈ സമയത്ത് വേണമല്ലോ ഇതെന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ എല്ലാം രുചി പാകമായിരുന്നു. മീൻകറിക്ക് കുറച്ച് ഉപ്പ് കുറവായിരുന്നു കേട്ടോ, അപ്പോൾ കുറച്ച് ഉപ്പും കൂടെ ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അടുത്തത് ബീട്രൂട്ട് തോരനാണ് കേട്ടോ. അപ്പം ഞാൻ ഇതിൽ തന്നെ സവാളയും എല്ലാം ചേർത്തിട്ടുണ്ട്. ഇനി ഇതിൽ അരപ്പ് ചേർത്താൽ മാത്രം മതി. അപ്പോൾ ബാക്കി ഇരുന്നതും കൂടെ ഞാൻ അതിൽ നിന്ന് വടിച്ച് അതിലോട്ട് തന്നെ ഇട്ടുന്നുണ്ട്. അവിയൽ ഞാൻ വേറൊരു പാത്രത്തിലോട്ട് മാറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റായിട്ട് തന്നെ അവിയൽ കിട്ടിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ ആ അവിയലിൻ്റെ പാത്രം ചൂടാണ് കേട്ടോ, അത് കൈ കൊള്ളാതെ പിടിച്ചെടുത്ത് കഴുകിയിട്ട് അതിൽ തന്നെ ചിക്കൻ കറി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആ പാത്രം ഞാൻ പെട്ടെന്ന് തന്നെ കഴുകി എടുക്കുകയാണ് കേട്ടോ. നമ്മൾ ഈ ഉണ്ടാക്കിയ പാത്രം തന്നെ അങ്ങനെ എടുക്കുമ്പോൾ നമുക്ക് ഒരുപാട് പാത്രങ്ങൾ അടുക്കളയിൽ അങ്ങ് വേണ്ടി വരില്ല. മാത്രമല്ല കഴുകി വെക്കാനും അപ്പോൾ തന്നെ കഴുകുമ്പോൾ എളുപ്പമായിരിക്കും. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഒരേ പാത്രത്തിലെല്ലാം അങ്ങ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ദാ അടുപ്പത്ത് ചട്ടി വെച്ച് അതിൽ കടുകിട്ട് പൊട്ടിച്ചു. എല്ലാ തവണയും ഞാൻ ചിക്കനിൽ കടുകിടാറില്ല, ഇത്തവണ ഒരു വെറൈറ്റിക്ക് വേണ്ടി മാറ്റി ഉണ്ടാക്കി നോക്കിയതാണ് കേട്ടോ. അങ്ങനെ അതിന് വേണ്ടിയുള്ള സാധനങ്ങളെല്ലാം ചെയ്തു. അങ്ങനെ അപ്പോഴത്തേന് ബീട്രൂട്ട് റെഡി ആയിരുന്നു. അത് ഞാൻ സെർവ് ചെയ്ത് വേറെ പാത്രത്തിലോട്ടാക്കി. പിന്നെ അതിൻ്റെ ഇടയിൽ ചീരത്തോരനൊക്കെ വെച്ചു. പിന്നെ ചിക്കനും എല്ലാം ഇട്ട് നമ്മുടെ ചിക്കൻ കറി അടച്ചു വെച്ച് വേവിച്ചു കേട്ടോ. എല്ലാം റെഡിയാക്കി കഴിഞ്ഞിട്ട് ഇനി ക്ലീനിങ് ആണ്. എല്ലാ പാത്രങ്ങളും അപ്പോൾ കഴുകി വെക്കുന്നതുകൊണ്ട് കുറച്ച് പാത്രങ്ങളൊക്കെ ഉള്ളായിരുന്നു കേട്ടോ കഴുകാൻ വേണ്ടിയിട്ട്. ഗ്യാസ് സ്റ്റവ് ഒക്കെ തുടച്ച് വൃത്തിയാക്കി അങ്ങ് ഇട്ടു. അതാണല്ലോ മെയിൻ ടാസ്ക്. ഇനിയിപ്പോൾ അടുപ്പിലിരിക്കുന്നത് ചിക്കൻ കറിയാണ്, അത് കുഴപ്പമില്ലല്ലോ, ഇടയ്ക്ക് മാത്രം ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയല്ലോ എന്ന് വിചാരിച്ചു. അടുക്കളയിൽ പാത്രങ്ങളെല്ലാം നിരന്ന് കിടക്കാതെ അതെല്ലാം കഴുകി വൃത്തിയായിട്ട് കിടന്നാൽ തന്നെ എനിക്ക് വീട് വൃത്തിയായിട്ട് കിടക്കുന്ന പോലെയാണ് കേട്ടോ. കാരണം ഞാൻ എപ്പോഴും അടുക്കളയിലാണല്ലോ, അതുകൊണ്ട് എനിക്ക് എപ്പോഴും അടുക്കള നീറ്റായിട്ട് കിടക്കണമെന്ന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ പാത്രങ്ങളെല്ലാം അങ്ങ് കഴുകി മാറ്റുകയാണ്. അതാവുമ്പോൾ പിന്നെ വേറെ പണിയൊന്നുമില്ല കേട്ടോ. ചിക്കൻ കറി മാത്രമല്ലേ ഉള്ളൂ, അതൊന്ന് സെർവ് ചെയ്ത് വേറെ പാത്രത്തിലോട്ട് ആക്കണമെന്നേ ഉള്ളൂ. അപ്പോൾ ഏട്ടൻ വരാൻ സമയമാവുന്നുണ്ട്. ഇപ്പം തന്നെ നല്ല സമയമായിട്ടുണ്ട് കേട്ടോ. അപ്പുക്കുട്ടനും ഏട്ടനും ഒക്കെ വരാൻ സമയമായിട്ടുണ്ട്. വീട്ടിൽ ചിക്കൻ വാങ്ങിച്ചാൽ അതൊരു 3 4 ഞാൻ ഇപ്പോഴും വെക്കും കേട്ടോ. അതാകുമ്പോൾ പിറ്റേ ദിവസം എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പം എന്താ നല്ല ചിക്കൻ വരട്ടിയത് ഞാൻ സെറ്റ് ചെയ്തെടുത്ത് മാറ്റി വെക്കുകയാണ്. എല്ലാം ഒന്ന് ഒതുക്കി പറക്കിയപ്പോഴത്തേന് അപ്പുക്കുട്ടൻ വരാൻ സമയമായി. അങ്ങനെ റോഡിൽ വന്ന് നിന്നപ്പോഴത്തേന് നമ്മുടെ അപ്പുക്കുട്ടൻ ഓടി വരികയാണ് കേട്ടോ. എല്ലാ ദിവസവും ഇതുപോലെ വന്നിട്ട് ചോദിക്കും, അമ്മ ഇന്ന് എനിക്ക് എന്താ അമ്മ സർപ്രൈസ് ഉള്ളതെന്ന് കേട്ടോ. അപ്പുവിന് എന്തെങ്കിലും ഉണ്ടാക്കി വെക്കണം അവന് സ്കൂളിൽ നിന്ന് വരുമ്പോൾ. ചില ദിവസങ്ങൾ ഞാൻ ഉണ്ടാക്കി വെക്കാറില്ല കേട്ടോ, ചില ദിവസങ്ങളിൽ ഉണ്ടാക്കി വെക്കും. അങ്ങനെ വീട്ടിലോട്ട് വന്ന് ഞാൻ ഇന്ന് ഫുഡൊക്കെ പൊരിച്ച മീൻ കാണിച്ചപ്പോൾ അവന് വലിയ താല്പര്യമൊന്നുമില്ല, പക്ഷേ കറി വെച്ച മീനിൻ്റെ കഷ്ണം കഴിക്കാൻ ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ ഡൈനിങ് ടേബിളെല്ലാം ഒന്ന് ഒതുക്കിയിട്ട് ഞാൻ ഫുഡെല്ലാം എടുത്തു വെക്കുകയാണ്. ഏട്ടൻ കുളിച്ചിട്ട് ഇപ്പോൾ കഴിക്കാൻ വേണ്ടി വരും. ഈ ഒരു വീഡിയോയുടെ ഷോർട്സ് ഇട്ട് കഴിഞ്ഞപ്പോൾ അതിൽ ഒരുപാട് നല്ല കമൻസ് ഒക്കെ വന്നു കേട്ടോ. പക്ഷേ കുറച്ച് പേര് എന്നെ അറിയാത്തവർ കൊണ്ടായിരിക്കാം, അവർ പറഞ്ഞു പുതുമോടി ആയതുകൊണ്ടായിരിക്കും, അതല്ലെങ്കിൽ ദി ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ ആണെന്നൊക്കെ കേട്ടോ. പക്ഷേ അങ്ങനെയൊന്നും അല്ല കേട്ടോ. ഞാൻ എൻ്റെ ചെറുതിലേ ഞാൻ സ്വപ്നം കണ്ട ലൈഫാണ്. എൻ്റെ ഹസ്ബൻഡ്, എൻ്റെ കുഞ്ഞ്, ഞാൻ ജോലിക്ക് പോകുമ്പോൾ ടാറ്റ കൊടുക്കുക, ഫുഡ് ഉണ്ടാക്കി കൊടുക്കുക, ഡ്രസ്സൊക്കെ അയൺ ചെയ്ത് കൊടുക്കുക, ഇതൊക്കെ ഞാൻ ആഗ്രഹിച്ച ലൈഫാണ് കേട്ടോ ഞാൻ ജീവിക്കുന്നത്. എനിക്ക് പുറത്തു പോയി ജോലി ചെയ്ത് സമ്പാദിക്കണം അങ്ങനെ ഒരു ചിന്ത എനിക്ക് കുഞ്ഞിലെ മുതലേ എൻ്റെ മനസ്സിലില്ല. എനിക്ക് ഇതുപോലെ തന്നെ ജീവിക്കണമെന്നാണ് കേട്ടോ. പിന്നെ എനിക്ക് ഇഷ്ടമുള്ള കാര്യമാണ് യൂട്യൂബിൽ നിന്ന് എനിക്ക് കുഴപ്പമില്ലാത്ത ഞാൻ ഏൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ആഗ്രഹിച്ച ലൈഫാണ് കേട്ടോ ഞാൻ ജീവിക്കുന്നത്. പിന്നെ എനിക്ക് എല്ലാവിധ സ്വാതന്ത്ര്യങ്ങളും ഈ വീട്ടിലും എല്ലാം ഉണ്ട്. അല്ലാതെ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചണിലെ പോലെയൊന്നും അല്ല കേട്ടോ. അങ്ങനെയെങ്ങാനും ആയിരുന്നു ഞാൻ ഒരു ചവിട്ട് കൊടുത്തിട്ട് ഇറങ്ങിപ്പോയേനെ. പക്ഷെ അങ്ങനെയൊന്നും അല്ല കേട്ടോ. ഞാൻ ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം. അപ്പോൾ അത്രേ ഉള്ളൂ കേട്ടോ. എന്നെ അറിയാവുന്നവർക്ക് അത് അറിയാമായിരിക്കും. ഓരോരുത്തരും ഓരോ രീതിയിലല്ലേ ചിന്തിക്കുന്നതും എല്ലാം. ഞാൻ ഇങ്ങനെയാണ്, എന്ത് ചെയ്യാനാണ്. ഇപ്പോൾ ഏതെങ്കിലും ഒരു ഫംഗ്ഷന് എന്നാൽ പോലും എനിക്ക് വലിയവരായിട്ട് ആരുമായിട്ടും കൂട്ടില്ല. എനിക്ക് കുഞ്ഞു പിള്ളേരായിട്ടാണ് എല്ലാം കൂട്ട്. അവരുടെ കൂടെയാണ് കളിക്കുന്നതും ചിരിക്കുന്നതും എല്ലാം കേട്ടോ. അതെന്നെ അറിയാവുന്നവർക്ക് എല്ലാം അറിയാം. അപ്പോൾ അത്രേ ഉള്ളൂ കേട്ടോ നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വ്ളോഗ്. ഇനി നാളെ കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ, സീ യു.